ധനുസ് പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. കേരള പി എസ് സി പരീക്ഷ എഴുതുന്ന ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷകൾ ഒഴിച്ചുകൂടാനാവാത്ത സിലബസിൽ ഒന്നാണെന്ത് സയൻസ്. നമുക്ക് അതിലെ രസതന്ത്രം ഭാഗത്തുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സ് നമുക്ക് പഠിക്കാം. എല്ലാ പി എസ് സി പരീക്ഷകളിലും പൊതുവായി കാണുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ വരുന്ന കണ്ടൻറ്റുകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. അതിൽ പേജ് സ്കെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്, ആസിഡുകളെ കുറിച്ച് പറയുന്നു, റബ്ബറിനെ കുറിച്ച്, രസതന്ത്രം ഭാഗത്തുള്ള കോമണായി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുള്ളൊരു വീഡിയോ ആണ്. SCERT ടെക്സ്റ്റിലെ കണ്ടൻറ്റിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയ ക്വസ്റ്റ്യനും ആൻസേഴ്സുമാണ് ഇതിലുള്ളത്. കാണാം. പി എസ് സി പരീക്ഷ എല്ലാവരും LGS എക്സാം എഴുതുന്നവർക്കും LDC എഴുതുന്നവർ, അതുപോലെ തന്നെ BFO അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ തസ്തിക ഏത് എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള രസതന്ത്ര ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും അടങ്ങിയതാണ് കണ്ടൻറ്റാണ് ഇത്. ഒന്ന് നോക്കണം, പഠിക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, pH സ്കെയിൽ. pH സ്കെയിൽ എന്താണെന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pH സ്കെയിലിൻ്റെ ഫുൾ പറയണത്. pH സ്കെയിൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ എത്രമാത്രം കാഠിന്യമുണ്ട് അവിടെ ഒരു വസ്തുവിൽ എന്നാണത് പറയുന്നത്. ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അളക്കുന്ന യൂണിറ്റാണ് pH. ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അളക്കുന്ന യൂണിറ്റാണെന്ത്? pH എന്ന് പറയുന്നത്. ഒരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അളക്കുന്നൊരു യൂണിറ്റാണെന്ത്? pH. പുളിരസമുണ്ടോ, പുളിയുടെ രുചിയുണ്ടോ, അല്ലെങ്കിൽ സോപ്പിൻ്റെ രുചിയുണ്ടോ എന്ന് അളക്കുന്ന യൂണിറ്റാണെന്ത്? pH സ്കെയിൽ എന്ന് പറയുന്നത്. pH സ്കെയിലിൽ 0 മുതൽ 14 വരെയുള്ള അളവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. മിക്ക പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യമാണിത്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. ന്യൂട്രലാണ് ശുദ്ധജലം, ആസിഡുമല്ല ആൽക്കലിയുമല്ല. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്, ന്യൂട്രലാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സൊറൻസനാണ് pH സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഇനി കൃഷിക്ക് അനുകൂലമായ pH അല്ലെങ്കിൽ pH എത്രയാണ്? മണ്ണിൻ്റെ pH എത്രയാണ്? കൃഷി ചെയ്യാൻ അനുയോജ്യമായ മണ്ണിൻ്റെ pH എത്രയാണ്? 6:7.5 ആണ് വേണ്ടത്. മണ്ണിൻ്റെ pH എത്രയാണ്? അവിടെ ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും എങ്കിൽ ആ മണ്ണിൻ്റെ pH എത്രയായിരിക്കും? 6:7.5 വരെ ആവാം അല്ലേ? ഇപ്പോൾ ന്യൂട്രലിൻ്റെയൊക്കെ ഏകദേശം അടുത്തു. ആൽക്കലിയും കുറച്ചാവാം, അസിഡിറ്റിയും കുറച്ച് ഉണ്ടാവുന്നതായിരിക്കണം. രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടല്ലേ. 6:7.5 ആണെന്ത്? കൃഷിക്ക് വേണ്ട മണ്ണിൻ്റെ pH മൂല്യം. അടുത്തത്, നെൽകൃഷിക്ക് അനുകൂലമായ മണ്ണിൻ്റെ pH മൂല്യം എത്രയാണ്? നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം എത്രയാണ്? നെൽകൃഷിക്ക് 5:6.5. ഓക്കെ, സാധാരണയിൽ താഴെ 5:6.5 ആണെന്ത്? നെൽകൃഷിക്ക് വേണ്ട മണ്ണിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഡ്രൈ ഐസ് അല്ലേ. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ത്? ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ത്? ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, കട്ടിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. ഓക്കെ, ഡ്രൈ ഐസ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കറുത്തായിരിക്കുന്നല്ലേ, ഐസ് നമ്മൾ വെളുത്തിലും കാണുന്നു. അപ്പോൾ നോക്കുകയാണ് ഒരു ദിവസം. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത്? ഡ്രൈ ഐസ് എന്ന് പറയാം. അപ്പോൾ പഠിക്കാൻ കിട്ടാത്തൊരു സാധനം അതുകൊണ്ടാണ്. CO2 ആണ് നമ്മളെന്ത് കിട്ടുന്നത്? കറുപ്പെന്ന് കാണും, ഐസ് നമ്മൾ വെളുത്തെന്ന് മനസ്സിലാക്കും അല്ലേ സാധാരണഗതിയിൽ. അപ്പോൾ ഇവിടെ എന്താണ്? ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത്? ഡ്രൈ ഐസ് എന്ന് പറയാം. അപ്പോൾ അതിനെ അങ്ങനെയാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഹാർഡ് ഐസ് ഏത് തന്നെയാണ്? ഡ്രൈ ഐസ് ആണ് ഹാർഡ് ഐസ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഡ്രൈ ഐസ്. ഹാർഡ് ഐസ് ഏതാണ്? ഡ്രൈ ഐസ് ആണ് ഹാർഡ് ഐസ്. അടുത്തത്, കൂളിംഗ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കൂളിംഗ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഡ്രൈ ഐസ് ആണ്. കൂളിംഗ് ഏജൻറ്റ് തണുപ്പ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഡ്രൈ ഐസ് ആണ്. അതുപോലെ വിമാനത്തിലെ മാലിന്യങ്ങൾ ഖരരൂപത്തിലാക്കി പിന്തള്ളുന്നത് ആരാണ്? ബ്ലൂ ഐസ്. വിമാനത്തിലെ മാലിന്യങ്ങൾ അല്ലേ, പറന്നു പോകുന്ന വിമാനത്തിലെ മാലിന്യങ്ങൾ അല്ലേ, കട്ടിയായിട്ട് പിന്തള്ളുന്ന എന്താണ്? ബ്ലൂ ഐസ് അല്ലേ, ബ്ലൂ ഐസ് ആണ്. ഓക്കെ, നിങ്ങൾക്കത് എഴുതിയെടുക്കാം, എൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യും.
അടുത്തത് ആസിഡ് എന്താണ്, ആൽക്കലി എന്താണ് അല്ലേ. പി എച്ച് മൂല്യം 7 താഴെയുള്ള ലായനികളാണെന്ത്, ആസിഡുകൾ. പി എച്ച് മൂല്യം 7 താഴെയുള്ള ലായനികളാണ് ആസിഡുകൾ എന്ന് പറയുക. 7 താഴെയാണ് ആസിഡുകൾ. അതുപോലെ തന്നെ പി എച്ച് മൂല്യം 7 മുകളിലുള്ളവയെ വിളിക്കുന്ന പേരാണ് ആൽക്കലികൾ. 7 മുകളിലെ കലി ബാധിക്കുന്നു. 7 മുകളിൽ വന്നാൽ പി എച്ച് 7 മുകളിൽ വന്നാൽ കലി ബാധിക്കുന്നു. സോ ദേ ആർ ആൽക്കലിയാണ്. പി എച്ച് മൂല്യം 7 മുകളിലായാൽ എന്താണ്, ആൽക്കലികളാണ്. ഓക്കെ, കുറച്ച് പി എച്ച് മൂല്യം ഏതൊക്കെ നോക്കാം. ഒന്ന്, നാരങ്ങ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം. നാരങ്ങ വെള്ളം ആസിഡ് ആണല്ലോ, അല്ലേ, ആസിഡിറ്റി പുളിയല്ലേ ഉള്ളത്. നാരങ്ങ വെള്ളത്തിൻ്റെ ആസിഡ് അല്ലേ 2.4 അതിൻ്റെ പി എച്ച് മൂല്യം. നാരങ്ങ വെള്ളം 2.4 പി എച്ച് മൂല്യം. വിനാഗിരി, നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിനാഗിരി, അസിറ്റിക് ആസിഡ് 2.9 അതിൻ്റെ പി എച്ച് മൂല്യം. ബിയർ അല്ലേ, കള്ളുകുടിയന്മാർ കുടിക്കുന്ന ബിയർ, അത് 4.5 ബിയറിൻ്റെ പി എച്ച്. കാപ്പിക്ക് 5, ചായക്ക് 5.5, മൂത്രത്തിന് 6, പാല് 6.5, ഉമിനീര് 6.5, 7.2. ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം 6.5 മുതൽ 7.2 വരെയാണ് അല്ലേ. ഉമിനീരെടുക്കുമ്പോൾ നമുക്ക് പുളിയാണോ മറ്റേ ക്ഷാരഗുണമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, സാധാഗതിയിൽ പോകുന്ന വെള്ളമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് 6.5 to 7.2, സ്ലൈറ്റ്ലി അല്ലേ, ആ ന്യൂട്രലിനകത്ത് ഏകദേശം വരുന്നുണ്ട്. 6.5 to 7.2 ഉമിനീരെന്ന് അങ്ങനെ ഓർത്ത് വയ്ക്കാം. ശുദ്ധജലം 7, ന്യൂട്രലാണ് നമുക്കറിയാം. കണ്ണുനീര് 7.2, കുറച്ച് ആൽക്കലി അങ്ങോട്ട് വന്നില്ലേ. 7.2 കണ്ണുനീർ എന്ന് പറയുന്നത്. രക്തം 7.4, എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമായ രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് കേട്ടോ, അതിൻ്റെ മാറ്റിയിടുകയും ചെയ്യും കേട്ടോ. 7.4 നമ്മുടെ SCERT ടെക്സ്റ്റിലൊക്കെ ഉള്ളത്. 7.4 എന്നാണ് കിടക്കുന്നത്. കടൽ വെള്ളം 8 അതിൻ്റെ പി എച്ച് മൂല്യം. കടൽ വെള്ളം 8 പി എച്ച് മൂല്യം. ഈ ചോദ്യങ്ങളൊക്കെ ഈ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് പ്രകാരമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ളവയാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളവയാണ്. ടെക്സ്റ്റ് ബേസ്ഡായ കണ്ടൻറ്റാണ് ഇത് മുഴുവൻ കിടക്കുന്നത്. ഓക്കെ, ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണെന്ത്, ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണിത് ലിറ്റ്മസ് ടെസ്റ്റ് അല്ലേ. ലിറ്റ്മസ് ടെസ്റ്റ് 5ാം ക്ലാസ്സിലോ 6ലും ഒക്കെ പഠിക്കുന്നു. ലിറ്റ്മസ് ടെസ്റ്റ് 7ലും പഠിക്കുന്നുണ്ട്. ഒരു ലായനി ആസിഡാണോ ബേസാണോ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണെന്ത്, ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു. ആസിഡ് നീലയെ എന്താക്കി മാറ്റാൻ, ചുവപ്പാക്കി മാറ്റുന്നു. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. അപ്പോൾ ലിറ്റ്മസ് ടെസ്റ്റ് എന്താണ്, ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണെന്ത്, ലിറ്റ്മസ് ടെസ്റ്റ്. ആസിഡാണോ ബേസാണോ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണെന്ത്, ലിറ്റ്മസ് ടെസ്റ്റ്. ഓക്കെ, ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ആസിഡ് ചുവപ്പാക്കി വെക്കും. ലിറ്റ്മസ് അങ്ങോട്ട് നമ്മൾ ഒഴിച്ചാൽ ആരൊഴിക്കണം, നീല ലിറ്റ്മസിനെ ഒഴിച്ചു കഴിയുമ്പോൾ ചുവപ്പായി മാറുന്നു. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു. ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നു. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഒരെണ്ണം അങ്ങ് പഠിച്ചു വെച്ചേക്കുക, അടുത്ത് ഓട്ടോമാറ്റിക്കലി വന്നോളുമല്ലോ. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു, എന്നാൽ ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നുണ്ട്. അടുത്ത അതിനകത്ത് ആസിഡും ആൽക്കലിയും പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 ആസിഡുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കാം. ഒന്ന്, സൾഫ്യൂരിക് ആസിഡ്. എപ്പോഴും കോമണായി ചോദിക്കുന്ന LGSന് ചോദിക്കാം അല്ലേ, LDCക്കും ഒക്കെ ചോദിക്കാം. സൾഫ്യൂരിക് ആസിഡ്, രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്, സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. തൊട്ടാൽ പൊള്ളും. രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്, സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്, സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്, സമ്പർക്ക പ്രക്രിയ. ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ചോദ്യോത്തരങ്ങൾ മാത്രം അടങ്ങിയത്. SCERT ടെക്സ്റ്റിനകത്തുള്ള എല്ലാം കൂടി ഇല്ല, ഇമ്പോർട്ടൻ്റായത് മാത്രം അടങ്ങിയൊരു കണ്ടൻറ്റാണ്. രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്, സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ, കോണ്ടാക്റ്റ് പ്രക്രിയ അല്ലേ. കോണ്ടാക്റ്റ്, സമ്പർക്ക പ്രക്രിയ, സമ്പർക്കം, കോണ്ടാക്റ്റ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് സമ്പർക്കം, സൾഫ്യൂരിക് ആസിഡിനോട് സമ്പർക്കം വന്നാൽ പൊള്ളും ഉറപ്പായിട്ടും കേട്ടോ.
അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണെന്ത് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രക്രിയ എന്നാണ് പറയുക. ഇനി ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോളിൻ്റെ അതായത് അപരനാമമാണ് ഓയിൽ ഓഫ് വിട്രിയോൾ, സൾഫ്യൂരിക് ആസിഡാണ്. ഇനി അമ്ലമഴ ഉണ്ടാകുമ്പോൾ ഭൂമിയിലെത്തുന്ന ആസിഡ് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് അല്ലേ. അപ്പം നമ്മൾ പറയുന്നുണ്ട് താജ്മഹലിൻ്റെ ഒക്കെ അവിടെ ആ സമയത്തൊക്കെ അതിൽ പുള്ളിക്കുത്തുകൾ വീണിരുന്നു, അങ്ങനെ ഇങ്ങനെ വീണിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് അവിടെ അമ്ലമഴ പെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് അമ്ലമഴ ഉണ്ടാകുമ്പോൾ ഭൂമിയിലേക്ക് വരുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡിൻ്റെ പറയുന്ന പേരെന്താണ്? സൂപ്പർ ആസിഡ് എന്നാണ്. സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡ് ഏതാണ്? സൂപ്പർ ആസിഡുകൾ. മറ്റൊന്ന്, ഏറ്റവും വീര്യം കൂടിയ സൂപ്പർ ആസിഡാണ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഈ നോട്ടുകൾ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല, ഒരിക്കലും ഒരു മിസ്യൂസ് ആവില്ല, വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇതൊരു അസറ്റ് വെച്ചേക്കണം, നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡ് ഏതാണ്? സൂപ്പർ ആസിഡാണ്. ഏറ്റവും വീര്യം കൂടിയ സൂപ്പർ ആസിഡ് ഏതാണ്? ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡാണ്. ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡാണ്. അടുത്ത ആസിഡാണ് നൈട്രിക് ആസിഡ് എന്ന് പറയും. നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. സ്വർണത്തിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്താണ്? നൈട്രിക് ആസിഡ് അല്ലേ. സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുക, അപ്പോൾ ചോദിക്കാൻ വേണ്ട ചാൻസ് ഉണ്ട് അല്ലേ. സ്വർണത്തിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്താണ്? നൈട്രിക് ആസിഡ്. പരിശുദ്ധി അളക്കാൻ 9.6 ഗോൾഡ് ആണോ അല്ലയോ എന്നൊക്കെ വേണ്ടി അവരെപ്പോഴും ഉപയോഗിക്കുന്ന ആസിഡ്. നമ്മളങ്ങോട്ട് ഗോൾഡ് കൊണ്ടു ചെന്നാൽ അവർ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൊണ്ടു ചെന്നാൽ സംഭവിക്കുന്നതായിരിക്കണം. ഉരച്ചൊരച്ച് നോക്കും. അപ്പോൾ എന്താ ചേർക്കുക? നൈട്രിക് ആസിഡ്. സ്വർണത്തിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്താണ്? നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് വെച്ചവരങ്ങോട്ട് തകർക്കും കേട്ടോ. നൈട്രിക് ആസിഡ്. അടുത്തത് സ്പിരിറ്റ് ഓഫ് നൈട്രർ ആരാണ്? സ്പിരിറ്റ് ഓഫ് നൈട്രർ നൈട്രിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് നൈട്രർ നൈട്രിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈട്രർ നൈട്രിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് നൈട്രർ ആരാണ്? നൈട്രിക് ആസിഡ്. കണ്ടോ, അതിന് എനിക്ക് ഈ മഞ്ഞ ലൈൻ കൊടുക്കാനാണ് തോന്നിയത്. സ്പിരിറ്റ് ഓഫ് നൈട്രർ കണ്ടോ, നൈട്രിക് ആസിഡ്, മഞ്ഞ നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓസ്റ്റ്വാൾഡ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നറിയപ്പെടില്ല. സമ്പർക്കം ആരുടെയായിരുന്നു? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇത് ഓസ്റ്റ്വാൾഡോ നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണെന്ത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഓക്കെ. പ്രോട്ടീൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? പ്രോട്ടീൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. പ്രോട്ടീൻ്റെ സാന്നിധ്യം അല്ലേ. ഒരു ലായനിയിൽ പ്രോട്ടീനുകൾ, മാംസ്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. അടുത്തത് അക്വാഫോർട്ടിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ്? നൈട്രിക് ആസിഡ് അല്ലേ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ പോലീസ് എക്സാമിനേഷൻസ് എഴുതുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള സയൻസ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ അല്ലേ. ആസിഡുകളെ പറ്റി പ്രധാനമായിട്ടും ചോദിക്കാറുണ്ട്. പ്രോട്ടീൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഇത്? നൈട്രിക് ആസിഡ്. അക്വാഫോർട്ടിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? നൈട്രിക് ആസിഡാണ്. അക്വാഫോർട്ടിസ് നൈട്രിക് ആസിഡാണ്. അക്വാഫോർട്ടിസ് നൈട്രിക് ആസിഡ്. ഇവിടെ കുറച്ച് നിറം നൽകുന്ന വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് വായിക്കുക. 2 കൊടുത്തിട്ടുള്ളൂ ഞാൻ. ഒന്ന്, ഫെറിക് അയണിൻ്റെ നിറം എന്താണ്? മഞ്ഞയാണ്. കാഡ്മിയം സൾഫൈഡും മഞ്ഞ നിറം കൊടുക്കുന്ന വസ്തുവാണ്. ക്രോമിയം പച്ച നിറം കൊടുക്കുന്നു. ഫെറിക് അയണ് മഞ്ഞ നിറം കൊടുക്കുന്നൊരു വസ്തു അല്ലേ, സംയുക്തമാണ്. കാഡ്മിയം സൾഫൈഡ് ആണെങ്കിലോ മഞ്ഞ നിറം കൊടുക്കുന്ന സംയുക്തമാണ്. ക്രോമിയമോ പച്ച നിറം കൊടുക്കുന്ന സംയുക്തമാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നൈട്രിക് ആസിഡ് എന്നുള്ളത് നോക്കാം നമുക്ക്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, വായുവിൽ പുകയുന്ന ആസിഡാണെന്ത്? നൈട്രിക് ആസിഡ്. സ്വർണത്തിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണെന്ത്? നൈട്രിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈട്രർ എന്നറിയപ്പെടുന്ന ആരാണ്? നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. പ്രോട്ടീൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. അക്വാഫോർട്ടിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെ തന്നെയാണ്? നൈട്രിക് ആസിഡ് അല്ലേ. അക്വാഫോർട്ടിസ്, പ്രോട്ടീന്, ഓസ്റ്റ്വാൾഡ് പ്രക്രിയയൊക്കെ എന്താണ്? നൈട്രിക് ആസിഡ് ആണ്. സ്പീഡ് കൂടിയൊന്നൊരു സംശയം അല്ലേ. ക്രോമിയത്തിൻ്റെ പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു അല്ലേ, പച്ച നിറം കൊടുക്കുന്ന സംഭവമൊക്കെ എന്താണ് പറഞ്ഞത്?
പച്ച നിറം കൊടുക്കുന്നതാണ് എന്ത്? ക്രോമിയം. ഇനി ക്രയോലൈറ്റ് അല്ലേ, നിറം നൽകുന്ന വസ്തുക്കളല്ലേ? ഓക്കെ, ക്രയോലൈറ്റ് എന്ന് പറയുമ്പോൾ അത് വെള്ള നിറം കൊടുക്കുന്ന വസ്തുവാണ്. കൊബാൾട്ട് നീല നിറമാണ് പ്രദാനം ചെയ്യുക. കോപ്പർ ഓക്സൈഡ് ചുവപ്പാണ്. അപ്പോൾ ഫെറിക് അയൺ മഞ്ഞ നിറം നൽകുന്ന വസ്തുവാണ്. ഓക്കെ, ചെറുതാക്കാം ഉണ്ടോ. മഞ്ഞ നിറം നൽകുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തേക്കുന്ന പോയിൻ്റാണ്. ഫെറിക് അയൺ വന്നാൽ എന്ത് നിറം നമുക്ക് കിട്ടുക? മഞ്ഞ നിറമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാഡ്മിയം സൾഫൈഡ് ആണെങ്കിലോ മഞ്ഞ നിറമാണ്. ക്രോമിയം വന്നാലോ പച്ചയാണ് കാണുക. ക്രയോലൈറ്റ് വെള്ളയാണ്. കൊബാൾട്ട് നീല നിറത്തിൽ, കോപ്പർ ഓക്സൈഡ് ചുവപ്പ് നിറത്തിലും കാണുന്നുണ്ട്. അടുത്ത ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ, എല്ലാവർക്കും പരിചയമുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെ കാണുന്നു? ഒന്ന് നമ്മുടെ ആമാശയത്തിനകത്തുള്ള ദഹനരസങ്ങളിൽ പെടുന്ന ഒന്നാണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറയുന്നു. മ്യൂറിയാറ്റിക് ആസിഡ് ആണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് ആണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്തത് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട്, HCl, സ്പിരിറ്റ് ഓഫ് സോൾട്ട് അല്ലേ, സോൾട്ട് ഉപ്പെന്നൊക്കെ വിചാരിച്ചൊക്കെയല്ല, HCl ആണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് ആണെന്ന് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മുടെ ആമാശയം, സ്റ്റൊമക്ക്, അവിടെ അടങ്ങിയിരിക്കുന്ന ആസിഡാണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ. മ്യൂറിയാറ്റിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് സോൾട്ട്, നമ്മുടെ ആമാശയത്തിലെ ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അടുത്തത് അക്വാറീജിയ. അക്വാറീജിയ എന്ന് പറയുമ്പോൾ അക്വാറീജിയ രാജകീയ ദ്രാവകമാണ്. അക്വാറീജിയ ഓക്കെ, അക്വാറീജിയ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന അക്വാറീജിയ. അതിലടങ്ങിയ ആസിഡ് ഏതൊക്കെയാണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും അടങ്ങിയതാണെന്ത്? അക്വാറീജിയ. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും അടങ്ങിയ ആ സംയുക്തമാണെന്ത്? അക്വാറീജിയ എന്ന് പറയുന്നത്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും അടങ്ങിയതാണെന്ത്? അക്വാറീജിയ. അതായത് അതിനകത്ത് അക്വാറീജിയയിൽ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും അനുപാതം എത്രയാണ്? 1:3. നൈട്രിക് 1, ഹൈഡ്രോക്ലോറിക് ആസിഡ് 3% അല്ലേ. 1:3 അടങ്ങിയിട്ടുണ്ടെങ്കിൽ അക്വാറീജിയയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡ് അല്ലേ. അപ്പോൾ നൈട്രിക് ആസിഡ് 1 3 ഭാഗം എന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡ് 1 ഭാഗം, 3 കണ്ടൻറ്റ് ഭാഗം 6 ഹൈഡ്രോക്ലോറിക് ആസിഡ്. 1:3 ഭാഗമാണ് അക്വാറീജിയയിൽ അടങ്ങിയിട്ടുള്ളത്. ആരൊക്കെ? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 അനുപാതത്തിലടങ്ങിയ സംയുക്തമാണെന്ത്? അക്വാറീജിയ എന്ന് പറയുന്നത്. അക്വാറീജിയ എന്ന് പറയുന്നത് അല്ലേ. അക്വാറീജിയ എന്ന് പറയുന്നത് അതാണ്. ഇനി ഒരു പോയിൻറ്റ്, ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് അല്ലേ, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്സിജൻ ഇല്ല. ഒരു മെയിൻ പോയിൻറ്റ്, തൂക്കൽ അല്ലെങ്കിൽ ലെതർ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ലെതർ വ്യവസായങ്ങളിൽ. അതുപോലെ PVC നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ആരാണ്? PVC പൈപ്പ്, PVC നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സൊക്കെ നമ്മൾ സാധാരണഗതിയിലുള്ള വേണ്ടതാണ് അല്ലേ, നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കതൊക്കെ ചോദിക്കാൻ ചാൻസും കൂടുതലുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. PVCയുടെ നിർമ്മാണത്തിന് PVC അല്ലേ, പോളിവിനൽ ക്ലോറൈഡ്, PVC നിർമ്മാണത്തിന് ആവശ്യമായി അതിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ആസിഡാണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. PVC എന്ന് ഓർത്ത് വെക്കണം, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ അടുത്തൊരു ആസിഡ് കൂടി എന്താണ്? ആസിറ്റിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ആരാണ്? ആസിറ്റിക് ആസിഡാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ആസിറ്റിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നതും ആസിറ്റിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ആസിറ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസിറ്റിക് ആസിഡ്. നമുക്കറിയാവുന്ന എപ്പോഴും ചോദിക്കുന്നതും കേൾക്കുന്നതുമായ കാര്യം. വിനാഗിരിയിൽ ഉപയോഗിക്കുന്നു അല്ലെ, അടുക്കളയിൽ വെക്കുന്ന സാധനം. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസിറ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അച്ചാറിലൊക്കെ ഒഴിക്കുന്നില്ല, കേടുപറ്റാതിരിക്കാൻ ഉപയോഗിക്കുന്ന വിനാഗിരി, അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? ആസിറ്റിക് ആസിഡ്. മോൺസാൻറ്റോ പ്രക്രിയ വഴിയാണ് എന്തുൽപ്പാദിപ്പിക്കുക? ആസിറ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. മോൺസാൻറ്റോ പ്രക്രിയ വഴിയാണ് ആസിറ്റിക്. ഇപ്പോൾ പലരും കേട്ട് കാണാത്തൊരു പ്രക്രിയ ആയിരിക്കും അല്ലേ, പലർക്കും അറിയാമെങ്കിലും മോൺസാൻറ്റോ പ്രക്രിയ വഴി ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണെന്ത്? ആസിറ്റിക് ആസിഡ്. മോൺസാൻറ്റോ പ്രക്രിയ വഴി. ഓക്കെ,
ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡ്, എഥനോയിക് ആസിഡ് അസറ്റിക് ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്, മോൺസാൻറ്റോ പ്രക്രിയ അസറ്റിക് ആസിഡ് അല്ലേ. ഇപ്പോൾ 3 ആസിഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലബസിലൊക്കെ നമുക്ക് എപ്പോഴും കാണുന്ന കാർബണിക രസതന്ത്രം അല്ലേ, അതൊഴിച്ചൊരു പരിപാടിയുമില്ല. കാർബണിക രസതന്ത്രം അതിൽ ഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് എന്ന ഭാഗം തന്നെ എന്താണ്, ജീവനുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ടതാണ് ഓർഗാനിക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഓർഗാനിക് സംയുക്തങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പൊതുമൂലകം ഏതാണ്, കാർബൺ ആണ്. ഓർഗാനിക് സംയുക്തങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പൊതുമൂലകം ഏതാണ്, കാർബൺ ആണ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്, നിക്കോളാസ് ലെമറിയാണ്. നിക്കോളാസ് ലെമറിയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന പേര് നൽകിയിട്ടുള്ളത്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ കാർബൺ സംയുക്തം ഏതാണ്, യൂറിയ എന്നാണ്, യൂറിയ ആണ്. അടുത്തത് പെട്രോളിയത്തിൽ നിന്നും ലഭിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ ഏതൊക്കെയാണ്, പെട്രോ കെമിക്കൽസ്. ഉദാഹരണം മീഥൈൽ അസറ്റേറ്റും ഈഥൈൽ അസറ്റേറ്റുമാണ്. പെട്രോളിയത്തിൽ നിന്നും ലഭിക്കുന്ന ഓർഗാനിക് കെമിക്കൽസ് എന്താണ്, പെട്രോ കെമിക്കൽസ് ആണ്. അത് ഉദാഹരണം ആരൊക്കെയാണ്, മീഥൈൽ അസറ്റേറ്റും ഈഥൈൽ അസറ്റേറ്റും. അപ്പം മീഥൈൽ അസറ്റേറ്റും ഈഥൈൽ അസറ്റേറ്റും എന്താണ്, പെട്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്രോളിയത്തിൽ നിന്ന് ലഭിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങളാണ് ആരൊക്കെ, മീഥൈൽ അസറ്റേറ്റും ഈഥൈൽ അസറ്റേറ്റും. പെട്രോ കെമിക്കൽസ് ആണ് മീഥൈൽ അസറ്റേറ്റ് ആൻഡ് ഈഥൈൽ അസറ്റേറ്റ്. നെക്സ്റ്റ് ഭാഗമാണ് റബ്ബർ എന്നൊരു പോയിന്റ്. റബ്ബർ നോക്കാം. റബ്ബറിന് പേര് നൽകിയത് ആരാണ്, ജോസഫ് പ്രിസ്റ്റിലി അല്ലേ. അദ്ദേഹത്തെ പല പേരിൽ ഓർമ്മയുണ്ടോ, ജോസഫ് പ്രിസ്റ്റിലി. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലാസ്റ്റികതയുള്ള പോളിമറാണ് റബ്ബർ. ഇലാസ്റ്റികതയുള്ള പോളിമറാണ് റബ്ബർ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലാസ്റ്റികതയുള്ള പോളിമറാണ് റബ്ബർ. പോളിമർ കേട്ടോ, ഇലാസ്റ്റികതയുള്ള പോളിമറാണ് റബ്ബർ അല്ലേ. മോണോമർ നമുക്കറിയാം, ഒരേ തരം വസ്തുക്കൾ കൊണ്ട് നിർമ്മിതമായതാണെന്ത്, മോണോമർ അല്ലേ. അപ്പോൾ അങ്ങനെ പല മോണോമറുകൾ ചേർന്നാണെന്ത്, പോളിമർ. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലാസ്റ്റിക സ്വഭാവമുള്ള പോളിമർ സംയുക്തങ്ങളാണെന്ത്, റബ്ബർ എന്ന് പറയുന്നത്. ഇനി റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകം ടർപ്പൻറ്റൈൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കരുതുന്ന സാധനങ്ങൾ, പക്ഷെ നമുക്കത് അറിയത്തില്ല. എക്സാം ഹാളിൽ പോയിരിക്കാൻ അറിയത്തില്ല, പക്ഷെ വായിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. ഇതൊക്കെ ടെക്സ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകമാണെന്ത്, ടർപ്പൻറ്റൈൻ. ടർപ്പൻറ്റൈൻ അല്ലേ, ഭയങ്കര സാധനം അല്ലേ, മണം ഇപ്പോഴും മൂക്കിലടിക്കുന്നു. റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകമാണെന്ത്, ടർപ്പൻറ്റൈൻ. സ്വാഭാവിക റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം എപ്പോഴും ചോദിക്കുന്നതാണ്. സ്വാഭാവിക റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം ഐസോപ്രീനാണ്. സ്വാഭാവിക റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്, ഐസോപ്രീനാണ്. ഇനി സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയ എന്താണ്, വൾക്കനൈസേഷൻ. സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്, വൾക്കനൈസേഷൻ എന്നാണ് പറയുന്നത്. വൾക്കനൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, വൾക്കനൈസേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ചാൾസ് ഗുഡിയർ. ചാൾസ് ഗുഡിയർ. അപ്പോൾ ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറിൻ്റെ പേരെന്താണ്, തയോക്കോൾ. ഹോസുകൾ, നമ്മുടെ വെള്ളമൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറിൻ്റെ പേരെന്താണ്, തയോക്കോൾ എന്നാണ്. ഓക്കെ, അപ്പോൾ റബ്ബറിനകത്തുള്ള പ്രക്രിയ ഒന്ന് വൾക്കനൈസേഷൻ ഉണ്ട്, നെക്സ്റ്റ് ഐസോപ്രീൻ ഉണ്ട് അല്ലേ. പിന്നെ റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകം ടർപ്പൻറ്റൈൻ. സ്വാഭാവിക റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം ഐസോപ്രീൻ അല്ലേ. സൾഫർ ചേർത്ത് ചൂടാക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ. പിന്നെന്താണ്, ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബർ, തയോക്കോൾ. ഒരു 3-4 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ 3-4 ക്വസ്റ്റ്യൻസ് കറക്റ്റായത് പഠിച്ചിരിക്കണം. അതൊന്നും മറക്കേണ്ട കാര്യം. ഒക്കെ മറന്നു കഴിഞ്ഞാൽ പേസ് എന്നുള്ള സ്വപ്നമേ വെച്ചേക്കത് കേട്ടോ. ഒക്കെ മറക്കണം, ഞാനും. അടുത്തത് ടയർ, ചെരുപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് സ്റ്റെറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. ടയർ, ചെരുപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറിന് പറയുന്ന പേരാണ് സ്റ്റെറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്നുള്ളത്. ഓക്കെ, സ്റ്റെറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നോക്കാം. പ്ലാസ്റ്റിക് ഒരു പോളിമറാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, ഒരു പോളിമറാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്, ബേക്കലൈറ്റ് അല്ലേ. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്, ബേക്കലൈറ്റ്. കൃത്രിമ നാരുകളെക്കുറിച്ചുള്ള പഠനം പോളിമർ കെമിസ്ട്രി എന്നറിയപ്പെടുന്നു അല്ലേ. പോളിമർ കെമിസ്ട്രിയാണ് കൃത്രിമ നാരുകളെക്കുറിച്ചുള്ള പഠനം, പോളിമർ കെമിസ്ട്രി. പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്, ഹെർമൻ സ്റ്റാഡിംഗർ. ഹെർമൻ സ്റ്റാഡിംഗർ. പ്ലാസ്റ്റിക് വ്യവസായത്തിൻ്റെ പിതാവ് ആരാണ്, ലിയോ ബേക്കലൈറ്റ്.
ലിയോ അപ്പോൾ ബേക്കലൈറ്റ് എന്നകത്ത് പഠിച്ചില്ലേ, കൃത്രിമ പ്ലാസ്റ്റിക് അല്ലേ, അദ്ദേഹത്തിൻ്റെ സംഭവം കണ്ടോ. പ്ലാസ്റ്റിക് വ്യവസായത്തിൻ്റെ പിതാവ് ലിയോ ബേക്കലൈറ്റ്. ആദ്യത്തേത് എന്തായിരുന്നു? ബേക്കലൈറ്റ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകത്തിൻ്റെ പേരെന്താണ്? ഡയോക്സിൻ അല്ലേ. അപ്പം നമ്മൾ ആ വിഷവാതകം വരുന്നതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് തരുന്നത്. അപ്പോൾ എന്തുണ്ടാകും നമ്മൾ കത്തിച്ചാൽ? ഡയോക്സിൻ അല്ലേ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവസ്തു ഡയോക്സിൻ. ഈ ഡയോക്സിനൊക്കെ ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടതാണ് കേട്ടോ. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത് തന്നെയാണ്? പോളിത്തീൻ കവറല്ലേ ഇപ്പം നമ്മൾ ഉപയോഗിക്കുക, അത് ഓർത്താൽ മതി. ഈ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പോളിത്തീൻ. കാരണം നമ്മൾ ടെക്സ്റ്റിൽ SCR ടെക്സ്റ്റിനകത്ത് കാണുന്ന കോമൺ കണ്ടൻറ്റാണിത്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ അങ്ങനെ വന്നു പോകുന്നത്. ഓക്കെ. ചൂടാക്കാൻ മൃദുവാകുകയും തണുത്താൽ ഉറയ്ക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോപ്ലാസ്റ്റിക് ഉദാഹരണം ഏതൊക്കെയാണ്? സെറ്റിംഗ് അല്ല കേട്ടോ, തെർമോപ്ലാസ്റ്റിക്കാണ്. പോളിത്തീനും PVCയും പോളിസ്റ്ററിനുമാണെന്ത്? തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ മൃദുവായിട്ട് തണുത്താൽ ഉറയ്ക്കുന്നു അല്ലേ. അതായത് നമ്മളൊരു ഒരു റീഫില്ലെടുത്ത് ഉരുക്കിയിട്ട് തിളച്ച് വരും, പിന്നെ അത് സെറ്റായി കട്ടിയായിരിക്കും, അത് ഓർത്താൽ മതി. പോളിത്തീനും PVCയും പോളിസ്റ്ററിനുമൊക്കെ എന്താണ്? തെർമോപ്ലാസ്റ്റിക് ഉദാഹരണമാണ്. അടുത്തത്, ഒരിക്കൽ മാത്രം ചൂടാക്കി രൂപം മാറ്റാൻ കഴിയുന്നവയാണ് തെർമോസെറ്റിങ്. ബേക്കലൈറ്റും ടെറിലിനുമാണെന്ത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഉദാഹരണം. ഓക്കെ. അടുത്തത്, പശ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്താണ്? യൂറിയ, ഫോർമാൽഡിഹൈഡ്. യൂറിയ, ഇതൊക്കെ റെയർ പോയിൻറ്റ്സ് ആണ്. യൂറിയ, ഫോർമാൽഡിഹൈഡ് ആണെന്ത്? പശ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ പോലെ വരുന്ന ചോദ്യങ്ങളൊക്കെയാണിത്. അടുത്തത്, സ്വിച്ച്, വൈദ്യുതോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റാണ്. സ്വിച്ച്, നമ്മുടെ സ്വിച്ചുകൾ, വൈദ്യുതോപകരണങ്ങളൊക്കെ പ്ലാസ്റ്റിക് എന്താണ്? ബേക്കലൈറ്റ്. അതുപോലെ മീൻ വലകൾ, ചരടുകൾ, പാരച്യൂട്ട് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്താണ്? നൈലോണുകൾ. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നിത്യജീവിതത്തിലുള്ള നമ്മുടെ രസതന്ത്രം എന്തൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒരു ക്ലാസ് കൂടിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.